ഗൈസ് ഞങ്ങളെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. റൂമിലാണ്. ഇന്നലെ നമുക്ക് കുറേ പരിപാടി ഉണ്ടായതുകൊണ്ട് ഫേസ് ഭയങ്കര ടയർഡാണ്. നോർമൽ ക്യാമറയിൽ എടുക്കുമ്പോൾ എനിക്ക് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്നാപ്ചാറ്റിൽ എടുക്കുന്നത്. ദ വീഡിയോ വിൽ ബി നോട്ട് ദാറ്റ് മച്ച്. ഒരു സൂര്യ വെളിച്ചം വരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ ഓൾറെഡി നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയാണത്. കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ചോയ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ശരിക്കും നമ്മുടെ ഒരു കുടിയിരിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകുമ്പോൾ ആലോചിച്ച് ഇവിടെ ഹോൾസെയിൽ പ്രൈസിന് സാധനം കിട്ടുന്ന ഒരു കട ഉണ്ട്. ആ ഷോപ്പിലാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കിച്ചൺ ടിഷ്യൂ, ടോയ്ലറ്റ് ടിഷ്യൂ, പിന്നെ അതേപോലെ മാറ്റ്, ഇനിയിപ്പോൾ ഫുഡ് ഐറ്റംസ് തന്നെ, ഇപ്പോൾ ഷുഗർ, ഓയിൽ, അങ്ങനത്തെ അതിൻ്റെയൊക്കെ വലിയ വലിയ ടിന്നും ക്യാനും അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ വേണ്ടിയിരുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഒരു പുതിയൊരു വീടേക്ക് നമ്മൾ മാറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും എല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഭയങ്കര റഷ് തന്നെയായിരുന്നു. നമ്മൾ മൺഡേ ആണ് പോയത്, എന്നിട്ടും കൂടി ഭയങ്കര റഷ് ആയിരുന്നു. മേ ബി അവിടുത്തെ ഓഫേഴ്സ് കണ്ടിട്ട് എനിക്ക് അത്ര ഓഫേഴ്സ് ഉണ്ടോ എനിക്ക് മനസ്സിലാവണമെന്നില്ല, പ്രൈസൊന്നും കണ്ടിട്ട്. ഇനി അതുണ്ടോ എന്താണെന്ന് അറിയില്ല. ആൻഡ് നമ്മൾ സാധനങ്ങളൊക്കെ ഒരുവിധം മേടിച്ചു. കുറച്ചൊന്നും സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ല. ആക്ച്വലി കുറച്ച് നെസസറി ആയിട്ടുള്ള കുറച്ച് ചൂലും മുറൊക്കെ വേണ്ടിയിരുന്നു. അതൊന്നും അവിടെ കിട്ടിയില്ല. അത് അവിടെ ഇല്ലായിട്ടാണോ ഇനി നമ്മൾ കാണായിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാക്സിമം 9 മണിയാകുമ്പോൾ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യും. അതെനിക്ക് ഒട്ടും ഇഷ്ടമാവാത്തൊരു പരിപാടിയാണ്. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ലേറ്റായിട്ടൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സമയത്തൊന്നും പർച്ചേസ് ചെയ്യാൻ ഒന്നിനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു ദിവസം ഇനി അതിന് മുന്നേ കാക്കു നേരത്തെയൊക്കെ വന്നിട്ടൊക്കെ വേണം ഇനി സാധനങ്ങൾ ബാക്കിയൊക്കെ മേടിക്കാൻ. ഇവിടെ നമുക്ക് ഫുള്ള് കിട്ടിയില്ല. പക്ഷേ ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അത് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത് ഒരു മലയാളി നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നമ്മളത് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഇത് കിട്ടില്ല. ആൻഡ് നമ്മൾ ഒരുവിധം വാങ്ങിയ സാധനമൊക്കെ നമ്മൾ കാറിൽ കുത്തിക്കയറ്റി വെച്ചു. ആൻഡ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഡയറ്റ് ഏതോ ഒരു ചേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ പറയുന്ന കേട്ടു, പിസ്സ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്, പണ്ടുള്ള ആരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ പിസ്സ നല്ലതാണ്, ഹെൽത്തിയാണെന്നൊക്കെ. അതുകൊണ്ട് മാത്രം നമ്മൾ ഡൊമിനോസ് കയറിയിട്ടൊരു പിസ്സ കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചച്ച ബൈ.